ഈ വസീഫ് കൂടി ഉണ്ട്. ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഒന്നും ഇവിടത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധത്തിൽ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ പുറത്തുനിന്ന് എവിടെ നിന്നാണ് അങ്ങനെ ഒരു വിവരം ഉണ്ടോ കയ്യിലേക്ക്? ഇല്ല, ആളുകൾക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. പുതിയ സ്റ്റാൻഡിലേക്കുള്ള നമ്മുടെ നേരത്തെ ഉള്ള മാവൂർ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് ബസ് സ്റ്റാൻഡിനകത്തേക്ക് പൊതുവെ രാത്രി ഒരു പരിധി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബസ് കയറുന്ന ഒരു സാധ്യത, ആളുകളും കുറവായിരിക്കുമല്ലോ. ഇങ്ങോട്ടേക്കുള്ള ആളുകളുടെ പ്രവേശനമാണ് തടഞ്ഞത്. അത് ഇവിടെ ഇനി എന്തെങ്കിലും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയോ മറ്റ് അങ്ങനെയുള്ള ഒരു പ്രയാസകരമായ സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ളൊരു പ്രിക്കോഷൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും എടുത്തതാണ്. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഇതിങ്ങനെ നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടിങ്ങിന്റെ ഒക്കെ ഭാഗമായി വലിയൊരു ആൾക്കൂട്ടം ഇതിന്റെ ചുറ്റുമുണ്ട്. ഇതിന്റെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ തീ അണക്കാനുള്ള ഒരു പരിശ്രമത്തിന് അതൊരു തടസ്സമാവും. ഫയർഫോഴ്സിന്റെ വാഹനം വളരെ വേഗതയിലാണ് വരിക. വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നവരും വെള്ളത്തിന്റെ വണ്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ക്രമീകരണമാണ് ഇവിടെ നടത്തുന്നത്. വേറെ ആളപായത്തിനുള്ള ഒരു ആളഭയം ഉണ്ടാകും എന്നുള്ളൊരു ഭയമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആശങ്കയൊന്നും ഇപ്പോൾ ഇല്ല. തീ ഒരു നിയന്ത്രണ വിധേയമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നഗരമധ്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കെട്ടിടം കത്തി തുടങ്ങിയിട്ട് 3 മണിക്കൂറാവുകയാണ്. 3 മണിക്കൂറാണ്. അത്രയധികം അതിനകത്ത് ഇത് തുണിയാണ്. ഈ യൂണിഫോമുകൾ വിതരണം ചെയ്യുന്ന കടകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്കൂൾ സീസണാണ്. അത്രയധികം സ്റ്റോക്ക് ഉണ്ടാവും അവിടെയൊക്കെ. ഈ തുണിയിൽ തീ പിടിച്ചാൽ നമുക്കറിയാം അതിങ്ങനെ പിന്നെ അണഞ്ഞ് വീണ്ടും തീ ഇങ്ങനെ പൊങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതാണ് അണക്കാനൊക്കെ ഉള്ളൊരു പ്രയാസം. പിന്നെ ഇതിന്റെ ചുറ്റുപാടും ഇതിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിലേക്ക് മറവാണല്ലോ. അങ്ങോട്ടേക്ക് വെള്ളം അടിച്ച് വെള്ളം അങ്ങോട്ട് എത്തുന്നതിന്റെ ഒക്കെ പ്രയാസമുണ്ട്. പെട്ടെന്ന് തന്നെ നിയന്ത്രണ വിധേയമാകും. മറ്റാളഭയത്തിലേക്കോ മറ്റോ പോകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. പുറമേയുള്ള ബോർഡുകളൊക്കെയാണ് വളരെയധികം വേഗത്തിൽ ആളി പടർന്നത്. അതെ. പുറമേയുള്ള ബോർഡുകളിലേക്ക് തീയും കാര്യങ്ങളും വന്നത്. അതാണ് ഇപ്പൊ അത് തകിടുകളാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ തകിട് വസീഫാണ് കോഴിക്കോട് നിന്ന് അദ്ദേഹം അപകടവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. തീ അണയ്ക്കാൻ ശ്രമിക്കുന്തോറും ആളിപ്പടരുന്നു എന്നുള്ളതാണ്. അതീവ ഗുരുതരമായ സ്ഥിതിയാണ്. പരമാവധി ശ്രമിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് ആണ് പ്രതീക്ഷയുടെ ഒരു വാക്ക് രാഹുൽ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ആ കെട്ടിടം അപ്പാടെ നിന്ന് കത്തുന്ന ഒരു സാഹചര്യത്തിന് ഒരു ഇത്തിരി അയവ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ തീ അതിന്റെ പരമാവധി കത്തി കുറയുന്നതായിരിക്കാം എന്നുകൂടി വിചാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികം ഫയർ എഞ്ചിനുകൾ ശ്രമിച്ചിട്ട് പോലും ഒരു വശത്ത് നിന്ന് അണയ്ക്കുമ്പോൾ മറ്റൊരു വശത്ത് നിന്ന് ആളി പടരുന്ന വലിയ അക്രമവാസനയോടുകൂടി ആളി പടരുന്ന ഒരു തീനാളങ്ങളെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചിരുന്നത്. അത്രയും ദൂരെയുള്ള ദൃശ്യങ്ങളിൽ നിന്ന് പോലും വലിയ ചുവപ്പോടുകൂടി ആളിപ്പടരുന്ന തീ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അടക്കം ഫയർ എഞ്ചിനുകൾ എത്തിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ 3 മണിക്കൂറോളം സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ മൊഫീസിലെ പുതിയ ബസ് സ്റ്റാൻഡിലെ 3ാം നിലയിലുള്ള കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങിയ തീയാണ് ഇത്. ആ കെട്ടിടം അപ്പാടെ നിന്നു കത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. അവിടേക്ക് ദൂരയാത്രകൾക്കടക്കം വരുന്ന ആളുകൾക്ക് എന്ത് ക്രമീകരണമാണ് ജില്ലാ അധികൃതർ ഇനി നിർദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ആളുകൾ ധാരാളം അത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്.